കസോൾ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ ആണ്. പോണോക്കി മഴ ലാൻഡ് സ്ലൈഡ് ഉണ്ടായെന്നാണ് പറഞ്ഞത്. ആ വഴിയും ക്ലിയർ. എൻ്റെ അമ്മേ ഇതുണ്ടോ? അപ്പോൾ നമ്മുടെ കസോൾ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജംഗ്ഷനിലാണ്. നമ്മളിത് പോണ ട്രെയിനാണ് ഈ കിടക്കുന്നത്. എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. ചെറിയൊരു വ്ലോഗ് ചെയ്യാന്നുള്ള പ്ലാനാണ്. നോക്കാം. നമ്മുടെ പയ്യന്മാരെല്ലാം ട്രെയിനിൽ സെറ്റാണ്. ബാക്കി പരിപാടിയൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. എന്താണ് ട്രിപ്പിനെ കുറിച്ചുള്ള പ്ലാൻ? ലൈറ്റ് ഇട് അതല്ല മറ്റേ ലൈറ്റില്ല മറ്റേത്. ഓക്കെ എടാ, നമ്മുടെ ട്രിപ്പിനെ കുറിച്ചുള്ള പ്ലാൻ എന്താണ്? പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ സെറ്റാണ്. ട്രെയിൻ എടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. വെരി എക്സൈറ്റഡ്. എന്താണ് പ്രവാസിക്ക് എന്താണ് പറയാനുള്ളത്? നീ എന്തെങ്കിലും ആദ്യമായിട്ട് ട്രെയിനിൽ സമയത്ത് കയറിയതിന്റെ ആ ഒരു സന്തോഷം മാത്രം ഈ പുള്ളികളൊന്ന് കാണിക്കണ്ടേ. എല്ലാ ടീമിലും കാണുമല്ലോ ഇങ്ങനെ ഒരുത്തൻ, ആദ്യമേ ഡെഡ് ആവുന്ന ഒരുത്തൻ. എടാ മാത്രം എന്താണ് ട്രിപ്പിനെ കുറിച്ച് നിനക്ക് പറയാനുള്ളത്? എന്താണ് ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ്? അപ്പോൾ നമ്മൾ പോകുന്ന ട്രെയിൻ നിസാമുദ്ദീൻ എക്സ്പ്രസ് ആണ്. എറണാകുളം ടു നിസാമുദ്ദീനാണ് ഈ ഒരു ട്രെയിൻ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് തേർഡ് AC നമ്മളെടുത്തേക്കുന്നത് തേർഡ് AC ആണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. വയ്യ, സ്ലീപ്പറിലൊന്നും അങ്ങോട്ട് പോകാൻ വയ്യ. അതുകൊണ്ട് തേർഡ് AC എടുത്ത്. ഒന്നും നോക്കിയില്ല, കാശ് നോക്കിയില്ല. തേർഡ് AC തന്നെ കിട്ടിയത് എത്ര നാളിരുന്നിട്ടാ ഈശ്വര. എന്നിട്ട് ഏറ്റവും വലിയ ട്വിസ്റ്റ് അതല്ല, അതാണ്ട് ഇവൻ വരുന്നത് വേറൊരുത്തൻ്റെ ടിക്കറ്റില്ല. അവൻ അവസാന നിമിഷം ക്യാൻസലായി. അങ്ങനെയാണ് ഇവൻ വരുന്നത്. എന്താ നോക്കാം. എന്തായാലും കസോൾ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയാണെന്ന് ഒരു പിടുത്തം കിട്ടില്ല. ഞാൻ മണാലി നേരത്തെ പോയിട്ടുണ്ടെങ്കിലും കസോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പോണ വഴിക്കാണ്. അഭിഷേക് പറ. നേരത്തെ അഭിഷേകിനൊന്നും പറയാൻ പറ്റില്ലല്ലേ? പോയാ അത് വണ്ടി എടുത്തതല്ല, അത് അപ്പുറത്തെ ട്രെയിൻ പോകുന്നതാ. എന്റെ അളിയാതാ. നമ്മൾ കണ്ട രണ്ട് ഫുൾ സെറ്റ് ക്യാനല്ലേ, രണ്ട് ഫുൾ സെറ്റ് വെള്ളം എടുത്ത് വെച്ചേക്കാണ്. വെള്ളം കുടിച്ച് ചാവാനാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് പോയിസൺ. അതുകൊണ്ട് വെള്ളം കുടിച്ച് ചാവാനാണ് നമ്മുടെ പരിപാടി അല്ലേ? ശരിയാ. ട്രിപ്പ് തുടങ്ങുന്നതിന് മുന്നേ പണി കിട്ടി. ഈ മൊണ്ണേശ്വർ കുമാർ പോയി ടിക്കറ്റ് എടുത്തിട്ട് ആ ടിക്കറ്റ് എടുത്തില്ല, ഫിസിക്കൽ ടിക്കറ്റ് എടുത്തില്ല. അവർക്ക് ആ ഫിസിക്കൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിന് വീണ്ടും 12,500 രൂപ അടയ്ക്കണം 5 പേരും കൂടെ എന്നാണ് TTR പറയുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കസോൾ ട്രിപ്പ് തുടങ്ങിയപ്പോഴേ ബാഡായിട്ടാണ് തുടങ്ങിയത്. ഇനി അങ്ങോട്ട് എന്തൊക്കെയാവുന്ന ദൈവത്തമ്പുരാനറിയാം. എന്താടാ ട്രെയിനേക്കാളും ശബ്ദമില്ലടാ ഇവന്റെ വായിന്ന്. കറക്റ്റ് ബംഗാളിയെ പോലെ ഇത് പല്ലിയിക്കുന്നതാ. നമ്മളിപ്പോ കണ്ണൂരായിട്ടേ ഉള്ളു കേട്ടോ. രാജകീയമായി കിടന്ന് പഴം തിന്നുന്ന നമ്മൾ ബിരിയാണി ക്യാൻസൽ ചെയ്ത് ഏത്തക്കയിലോട്ട് കയറുവാണ്. ഏത്തക്കയും മിക്സറും. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ട്രെയിനിലെ ഫുഡ് കഴിക്കണോ വേണ്ടേ എന്നുള്ള ചിന്തയിലാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനും ഒരു തീരുമാനമാവും. നമ്മൾ ഡൊമിനോസിൽ പിസ്സ ഓർഡർ ചെയ്തോണ്ടിരിക്കാം. കിട്ടോടേ? കിട്ടും. ഉറപ്പാണ്? എന്താടാ നിനക്ക് പിസ്സയെ പറ്റി പറയാനുള്ളത്? കിട്ടൂലേ? ഉറപ്പാണ്? നമ്മുടെ പിസ്സ വന്നിട്ടുണ്ട്. ബാക്കപ്പിനായിട്ട് മേടിച്ചാടാ. ബൈ ചാൻസ് പിസ്സ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്.
ഇതും മേടിച്ചു. ഞാനും എന്റെ പാത്തിന്റെ ബുദ്ധി നോക്കണേ. ഓരോന്നോരോന്നാണ് ആ കടയിൽ കയറി മേടിച്ചത്. അതാണ് ഏറ്റവും വലിയ ടെസ്റ്റ്. എന്റെ നമ്മുടെ അൺബോക്സിംഗ് പിസ്സ എടുത്തോടാ. എടാ എത്ര 16 ഉണ്ടോ? അത് ഹൈറ്റ് ആയിട്ടിരിക്കുന്നല്ലേ. ബാക്കപ്പ് ആയിട്ട് പ്ലാൻ ചെയ്തല്ലേ. ആ ഓപ്പൺ ആയിട്ടില്ല ഇവിടെ തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗുഡ് മോർണിംഗ്. സെക്കൻഡ് ഡേ ആണ് നമ്മളിപ്പോൾ ഉള്ളത് സൂറത്തിലാണ്. ഇപ്പം നെക്സ്റ്റ് സ്റ്റോപ്പ് വരുന്നത് സൂറത്ത് ഗുജറാത്താണ്. നല്ല കലക്ടറിനൊരു സൺറൈസ് ഉണ്ടോ? എന്തായാലും അടിപൊളി കലക്കനൊരു സൺറൈസും കലക്കൻ മഞ്ഞും ഒട്ടുക്കത്തെ തണുപ്പ്. AC വേണ്ടായിരുന്നു. നമ്മളിങ്ങനെ മോർണിംഗ് ഓർഡർ ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. നമ്മളിത് ഇപ്പം വഡോദര എത്തി. നമ്മളെ ഫുഡ് എത്തി. നമ്മള് ബർഗർ കിങ് നാടാ. വീണ്ടും വീണ്ടും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് തിന്ന് മരിക്കും അല്ലേ. ഫുഡ് തിന്ന് മരിക്കും. തൊണ്ടയെല്ലാം പോയടാ. ഹൈദരാബാദി ബിരിയാണി എന്നൊക്കെ പറഞ്ഞാണ് തരുന്നത്. ഈ കണക്കുള്ള തീറ്റയാണെങ്കിൽ നമ്മൾ അധികം നാളെ കസോള് നിൽക്കത്തില്ല. നല്ല കലക്ക ഫുഡ് അടിയാണ്. തണുപ്പായി തുടങ്ങി. എല്ലാ എണ്ണവും സ്വെറ്ററിലും ഹുഡീസിൻ്റെ അകത്തൊക്കെ കയറിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പാണ് നമുക്ക് ഡൽഹി വരുന്നത്. നോക്കാം. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഡൽഹി എത്തി. നമ്മളിപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മളെ നേരെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ റൂമിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ അഭിഷേകിനെ മാത്രം TTR പിടിച്ച് അതാണ്ട ഇന്ത്യൻ വേറെ പുതിയ എഞ്ചിൻ. ഇതാണ്ട പുതിയ എഞ്ചിൻ. എന്താ W16 എഞ്ചിൻ. ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ട് ആദ്യത്തെ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ചങ്ങായിയുടെ റൂമിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. അപ്പം നാളെയാണ് നമുക്ക് കാശ്മീരി ഗേറ്റിൽ നിന്ന് ബസ്സുള്ളത്. ഓക്കെ, നമുക്കൊരു ഡൽഹി കല്യാണം കൂടിയാലോ? ഡൽഹി കല്യാണം കൂടിയാലോ? ഞാൻ സിൽപ്പറാ, നിങ്ങളെല്ലാം ക്രോക്സ്. ഇത് പ്രോസ് ആണ്. ഇത് പ്രോസ്. ഇതും പ്രോസ്. ഇത് വാക്കരോ. ഇത് പാരഗൺ. ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മള് നമ്മുടെ മാത്തുവിന്റെ ഫ്രണ്ടിന്റെ റൂമിലെത്തി അല്ലേ? മാത്തു ഡൽഹിയിലെ ആരാണ്ടാ? ഡൽഹിയിലെ ഗാന്ധിജിയാണ്. ചോട്ടാബായി ആണ് മാത്തു. ആണോ അഭിഷേക്? അയ്യോ, ഇപ്പോഴാണൊന്ന് ശ്വാസം പോണത്. എന്ത് വെയിറ്റ് ആടാ ബാഗിന്. തോളൊക്കെ പോവും. ഇതും ചുമന്നോണ്ട് എങ്ങനെയാടാ ട്രക്ക് ചെയ്യണേ? പ്ലാൻ മാറ്റിയ പ്ലാൻ നേരത്തെ ആയിരുന്നല്ലേ? യെസ്, അറ്റ് ലാസ്റ്റ് നമ്മള്
രാവിലെ എണീറ്റ് സെറ്റായി. രാവിലെ അല്ല കേട്ടോ, ഇപ്പോൾ ഉച്ചയായി. നമ്മുടെ കൂട്ടുകാരുടെ റൂമിൽ വന്ന് കിടന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി. പിന്നെ എണീക്കാനും കുറച്ച് ലേറ്റായി പോയി. ഇനിയിപ്പം നമ്മൾ നേരെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഗേറ്റിൽ പോകണം. ഇന്ത്യ ഗേറ്റിൽ നിന്ന് നേരെ കാശ്മീരി ഗേറ്റിൽ നിന്ന് നമുക്ക് വണ്ടി കസോളിലേക്കാണ്. അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ടൈം കൊണ്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇന്ത്യ ഗേറ്റും റെഡ് ഫോർട്ടും എല്ലായിടത്തും പോകണമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത്. അത് നോക്കാം. നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് എണീറ്റത്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങ് പോകാനൊന്നും പറ്റിയില്ല. ഇനി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇതെല്ലാം കവർ ചെയ്യാന്നുള്ള പ്ലാനാണ്. ഒരു കുഞ്ഞു വണ്ടിക്കകത്ത് 6 പേരും അതിനൊത്ത ലഗേജും. എൻ്റെ അളിയ വീഡിയോ എടുത്തെടുക്കുന്നതാ. എൻ്റെ അളിയാ ഇറക്കിട്ട് പറപ്പിക്കുന്നു. റോങ് സൈഡൊക്കെ പോകണ്ട. ഈ മെട്രോ സ്റ്റേഷന്റെ സൈസ് എൻ്റെ അളിയാൽ ഇത്രയും പേരാണ് ഗായ്സ് ഈ ഒരു ഓട്ടയ്ക്കകത്ത് വന്നത്. കുഞ്ഞോട്ടയ്ക്കകത്ത് ഇത്രയും പേരാ വന്നത്. 14 പേര് വരേണ്ട സ്ഥലമാണ് നമ്മൾ ഗായ്സ്. നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷനിലോട്ട് നടക്കുകയാണ്. കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാശ്മീരി ഗേറ്റ് വിസിറ്റ്. എടാ വെൻഡിങ് മെഷീനാണോ? അതെ ഗായ്സ്, നമ്മളിപ്പോൾ നമ്മുടെ ടിക്കറ്റ് എടുക്കുകയാണ്. നമുക്ക് പോകാനുള്ള പേടകം വന്നു. പോലെ 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 ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. പുള്ളിനെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ പോകുന്നത് കാശ്മീരി ഗേറ്റിലാണ്. നമ്മുടെ മാത്തൂൻ്റെ കൂട്ടുകാരനാണ്. പുള്ളിക്കാരൻ ഡൽഹിയിലുള്ളതാണ്. അല്ല, പുള്ളിക്കാരൻ കാശ്മീരിയാണ്. ഇപ്പം ഡൽഹിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മളിതേ പുള്ളിയുടെ റൂമിൽ വന്ന് പുള്ളി ഒന്ന് മീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ നേരെ കാശ്മീരി ഗേറ്റ് പോകാനാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. ഇപ്പം നല്ല വിശപ്പുണ്ട്. അപ്പം ഈ ഒരു ഷോപ്പിൽ നിന്നൊരു ചിക്കൻ ടിക്ക റോള് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. സൂപ്പർ ആയിരിക്കുമോ? വയറിലൊക്കെ അങ്ങനെ വരുമോ? ഫുഡ് പോയിസണും കൂടെ അടിക്കുമോ? പിന്നീടുള്ള കാര്യമോ? എന്നെ കൊണ്ടുപോകണം കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പാപ്പൻ ഞെട്ടിത്തെറിച്ച് നോക്കുന്നു. भैया वीडियो बना रहे, दिखा दो इन्हें कैसे दिल्ली में कैसे रोल मिलता है. बढ़िया से दिखाओ. അഭിഷേകിൻ്റെ അടുത്ത് തന്നെ ഫസ്റ്റ് റിവ്യൂ ചോദിക്കാം. അഭിഷേകേ കഴിക്ക്. എങ്ങനെയുണ്ട്? വയറളവോ? കഴിച്ചു തീർന്നല്ലേ പറയാൻ പറ്റൂ. കഴിച്ചു തീർന്നിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ റിസ്ക് ആണല്ലോ. വേണ്ട, കുഴപ്പമില്ല. ഓക്കെ. നമ്മളിതേണ്ട കാശ്മീരി ഗേറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അടുത്ത ലൈൻ ഇറങ്ങി കയറിയേക്കുവാണ്. നമ്മൾ പിങ്ക് ലൈനിലാണ് വന്നിട്ട് ഇപ്പോൾ റെഡ് ലൈനിലോട്ടാണ് പോണത്. നല്ല തിരക്കുണ്ട്. നമ്മളിപ്പം വെൽക്കോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു മെട്രോ സ്റ്റേഷനിലാണ്. ഇനിയിപ്പോൾ നേരെ കാശ്മീരി ഗേറ്റിലോട്ടാണ് പോണത്. പറഞ്ഞു റെഡ് ലൈനിൽ തന്നെ. നമുക്കിപ്പം മണാലി പോകണമെങ്കിലും കസോൾ പോകണമെങ്കിലും ഒരുവിധമുള്ള മിക്ക സ്ഥലത്തോട്ട് പോകണമെങ്കിലും നമുക്ക് കാശ്മീരി ഗേറ്റിൽ നിന്നാണ് ബസ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഗായ്സ്, അപ്പോൾ അതാണ് കാശ്മീരി ഗേറ്റ്. അപ്പം നമ്മുടെ ബസ്സുകളെല്ലാം അവിടെയാണ് വരുന്നത്. ഇത് മോളിൽ നിന്നുള്ള വ്യൂ ആണ്. താഴത്ത് പോയിട്ട് താഴെ നോക്കാം. അപമാനിക്കാൻ നീ അവന്റെ മുഖം അപ്പോഴേ കാണിക്കും. എടുക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഇൻവേർട്ടറാണ് ചോദിക്കുന്നത്. നീ ഓട്. ഡൽഹി മെട്രോയിലെ തിരക്ക് നോക്കിയപ്പോൾ കാശ്മീരി ഗേറ്റ് ആയി നമ്മൾ കുതിരടിച്ച് താഴോട്ടൊക്കെ കുതിരയെടുക്കാനുള്ള ആളാണ്. ഗൈസ്, കാശ്മീരി ഗേറ്റ്. ഇനി നമ്മൾ നേരെ പോവുക
നമ്മുടെ വണ്ടി പിടിക്കുക, അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഇഷ്ടം പോലെ ഗേറ്റ് ഉണ്ട്, നമ്മുടെ ഗേറ്റ് നമ്പറൊക്കെ വന്നിട്ടുണ്ട് ഓൺലൈനിൽ. അപ്പോൾ അത് നോക്കി വണ്ടി പിടിച്ച് നേരെ കസോൾ, ഇനി കസോളുള്ള പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ കാശ്മീരിലേക്ക് എത്തി. നമ്മുടെ ബസ്സും ലക്ഷ്മി ഹോളിഡേയ്സാണ്, പക്ഷേ ഇതാണെന്ന് അറിയത്തില്ല, നോക്കണം. നമുക്ക് കറക്റ്റ് 8:15 ബസ് വരുന്നത്. അപ്പം 8 മണിയാവാൻ പോണതേ ഉള്ളൂ. അതായിരിക്കാം ചിലപ്പം. അല്ല അത് ഭാരത് ബെൻസിൻ്റെ വർക്കുകളാണ് തോന്നുന്നത്. നമുക്ക് ഓൾവോയാണ് സത്യം പറഞ്ഞത്. ഓക്കെ, നല്ല തിരക്കുണ്ട്. ഓൾറെഡി ഇവിടെ ഇമാതിരി തിരക്കൊക്കെ ഉള്ളതാണ്. ഗായ്സ്, നമുക്ക് പോകാനുള്ള ബസ് ഇതാണെന്നാണ് തോന്നുന്നത്. അവിടെ സീറ്റ് നമ്പർ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് വെക്കുക. ലഗേജ് ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് കയറ്റാം. എന്ത് കസോളുന്നാ? ഗായ്സ്, നമ്മളെ ലഗേജ് ആണ്ട് ഇതിൻ്റെ അകത്തോട്ട് സെറ്റ് ചെയ്യാൻ പോയാണ്. ലഗേജ് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ലഗേജൊക്കെ ഇരിക്കുന്നുണ്ട് അകത്ത്. വേണ്ട ടാസ്കാണ്. എന്തിനാണ് നിങ്ങൾ നമ്മളിവിടെ എണീപ്പിക്കുന്നേ? നീ പോയിരുന്നു, അറ്റത്ത് പോയിരുന്നു. എന്തുവാളിയാ നീയൊക്കെ ഇങ്ങനെ? എന്ത് ശോകാണ് ചുമ്മാ അങ്ങ്. ഒരു ഭയങ്കര വള്ളിയാണല്ലേ. ആ പിന്നെന്ത് തേങ്ങ നീ ഒരു പറ. ലാസ്റ്റ് നമ്മളിത് ബസ്സിൽ കയറിയിട്ടുണ്ട്. ആനൻ കട്ടായടാ ഒറ്റയടിക്ക് തന്നെ. വണ്ടി കയറി ആനൻ കട്ടാണ്, കട്ട്. യെസ് ഗൈസ്, അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ്. ദാബയിലൊക്കെയാണ്. ഞാൻ ഫുഡ് കഴിക്കണില്ല. ഫുഡ് പോയ്സൺ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ട്രിപ്പ് അതാവുക. പയ്യന്മാരെല്ലാതും ചായയൊക്കെ കുടിക്കാനായിട്ട് അങ്ങോട്ടൊക്കെ പോയേക്കാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ ഏകദേശം ഉണ്ട് ഇവിടെ ഒരു ഓഫ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറൗണ്ട് ഒരു 12 hours കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. പിന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ മാത്രം വണ്ടി നിർത്തി തരും. ബാക്കി നമുക്ക് വീഡിയോസ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കാം.